കനകക്കുന്നിൽ നടക്കുന്ന സഹകരണ എക്സ്പോ അവസരങ്ങളുടെ വേദിയാണ്. സഹകരണ സംഘങ്ങളിലൂടെ ജീവിതത്തിൽ വിജയം നേടിയവരെ നേരിട്ട് അറിയാനുള്ള വേദിയും. അടിപൊളിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് 100 ഗ്രാം വാങ്ങിച്ചത്. അവരല്ല, കാക്കില വാങ്ങിച്ചിട്ടുണ്ട്. മാമ്പഴത്തര മുമ്പ് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണെന്നുള്ള ഉദാഹരണം പായുടെ അടയാളം തന്നെ അതിലുണ്ട്, പായിൽ വെച്ചുള്ളത്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിച്ചായിരുന്നു, അത് വെറുതെ തിന്നുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോഴേ അവർ പറഞ്ഞത് നമ്മൾ മറ്റേ പഴുത്ത മാങ്ങ പുളിശ്ശേരിയൊക്കെ വയ്ക്കൂലേ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും ഒന്ന് വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. സനൂപ് താത്തയും റീന ചേച്ചിയും ഉഴമലയ്ക്കൽ സഹകരണ സംഘത്തിലെ അംഗങ്ങളാണ്. 10 പേർ ചേർന്ന് ആരംഭിച്ച സംഘത്തിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ഇന്ന് ഇന്ത്യയൊട്ടാകെ എത്തി നിൽക്കുകയാണ്. നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിലാണ് അച്ചാറുകൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഹൽവയുണ്ട്, ഹോം മെയ്ഡ് ഹൽവ ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഞങ്ങൾ 3 പേര് സെല്ലിന് പോകും, ബാക്കിയുള്ളവർ ഇത് വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. ഗവൺമെൻറ് പ്രോഗ്രാമിനാണ് കൂടുതൽ പോകുന്നത്. കുടുംബശ്രീയുടെ സരസ്മേള, ഇപ്പോൾ വനിതയുടെ RDRലുണ്ടായിരുന്ന പ്രോഗ്രാം, പിന്നെ തദ്ദേശ ദിനാഘോഷം ഗുരുവായൂരുണ്ടായിരുന്നു. പിന്നെ സരസ്മേളയ്ക്ക് പഞ്ചാബ്, IATFന് ഡൽഹി, ബീഹാർ, ഇങ്ങനെയുള്ള മിക്ക സ്റ്റേറ്റുകളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന തങ്ങൾക്ക് ഇന്ന് ഉപജീവന മാർഗം ഉണ്ടാക്കി തന്ന പുതുജീവൻ നൽകിയത് സഹകരണ സംഘമാണെന്നാണ് ഇവർ പറയുന്നത്. ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് മിക്കവാറും ചെറിയ കടക്കാർ മുതൽ വലിയ സംരംഭകർ വരെ, വലിയ കമ്പനികളാണെങ്കിൽ പോലും ഒരു ഏജ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ജോലി കൊടുക്കാൻ തയ്യാറല്ല. അപ്പം ഞങ്ങളെപ്പോലുള്ളവർക്ക് പക്ഷേ ജീവിക്കണമല്ലോ. അപ്പോൾ അതിന് ഇതുപോലുള്ള മാർഗ്ഗങ്ങൾ വളരെ ഉപകാരമാണ് ഞങ്ങൾക്ക്. ഇപ്പോൾ മിക്കവാറും ഞങ്ങൾക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ കഴിയും, പക്ഷേ അത് വിറ്റഴിക്കാനുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് തീരെ കുറവ്. കാരണം ഞങ്ങൾക്ക് പരസ്യമോ അതുപോലുള്ള ബാക്കിയുള്ള ഇതൊന്നുമില്ല. അങ്ങനെ ഉള്ളപ്പോൾ ഇതുപോലുള്ള എക്സ്പോ വരുന്നത് ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്ക് ഭയങ്കര ഒരു അനുഗ്രഹം, ഒരു സഹായമാണ്. അവർ നേടിയെടുത്ത ഈ ജീവിത വിജയം മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും അവർ തയ്യാറാണ്. ജാം, ജെല്ലി, സ്കോഷുകൾ, വിവിധതരം വൈനുകൾ, വിവിധതരമുള്ള അച്ചാറുകൾ, മസാലയുടെ പൊടികൾ, ഹൽവ, മാമ്പഴത്തര, ഇതുപോലുള്ള സാധനങ്ങൾ ഞങ്ങൾ ഇതുപോലുള്ള ആരാണോ ട്രെയിനിങ്ങിന് ആവശ്യപ്പെടുന്നത് അവർക്ക് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കാൻ തയ്യാറാണ്. ഇതുപോലുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിപണനവുമാണ് ഇവരെ പോലുള്ള വീട്ടമ്മമാരുടെ പ്രധാന ഉപജീവന മാർഗം. അതിനായി അവരെ സഹായിച്ചതും സഹായിച്ചുകൊണ്ടിരിക്കുന്നതും സഹകരണ സംഘങ്ങളാണ്. സുധീഷ് തിരുവോടൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.